ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 3-ാം ദിനമാണ്. നവദുർഗയാവുന്ന ദേവി ഇന്ന് ചന്ദ്രകാന്ഡ എന്ന ഭാവത്തിലാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാധ, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി ഇവയെല്ലാമാണ് ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവങ്ങൾ. ഇനി നമുക്ക് ദേവിയുടെ തൃതീയ ഭാവമായ ചന്ദ്രകാന്ഡ ദേവിയെ കുറിച്ച് അറിയാം. ചന്ദ്രകാന്ഡ എന്ന നാമത്തിന് തന്നെ വലിയൊരു അർത്ഥമുണ്ട്. ചന്ദ്രനെ അല്ലെങ്കിൽ ചന്ദ്രകല ഏന്തി നിൽക്കുന്ന ദേവി എന്നതാണ്. ദേവി പാർവതിയുടെ ബ്രഹ്മചാരിണി രൂപത്തിലുള്ള ഘോരമായ തപസ്സിന് ശേഷം ഭഗവാൻ മഹാദേവൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി ദേവിയെ തൻ്റെ വാമഭാഗമായി സ്വീകരിക്കുന്ന ഒരു ഭാവമാണ് ചന്ദ്രകാന്ഡ രൂപം. ചന്ദ്രകാന്ഡ ദേവിയുടെ ഭാവം എന്ന് പറയുന്നത് സർവാലങ്കാര വിഭൂഷിതയായി സർവ ആയുധങ്ങളുമേന്തി സിന്ദൂരമണിഞ്ഞ് സിംഹത്തിന്റെ പുറത്തെ ഏന്തി ചന്ദ്രനെ ശിരസിലേന്തി നിൽക്കുന്ന ദേവീ രൂപമാണ് ചന്ദ്രകാന്ഡ ദേവി. എന്തുകൊണ്ടാണ് ചന്ദ്രകാന്ഡ ദേവിയുടെ ഈ അവതാരത്തിൽ സർവ്വ ആയുധങ്ങളും ഏന്തി നിൽക്കുന്നത്? അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഭഗവാൻ മഹാദേവൻ പാർവതി ദേവിയെ വിവാഹം കഴിക്കാനായിട്ട് ദേവിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അവിടെ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് മേനാവതി ദേവിയാണ്. അതായത് പാർവതി ദേവിയുടെ അമ്മയാണ് ഭഗവാൻ മഹാദേവനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഭഗവാന്റെ രൂപം, അതായത് മഹാദേവന്റെ രൂപം എന്ന് പറയുന്നത് മറ്റു ദേവന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് മേനാവതി ദേവിക്ക് വളരെയധികം പേടി തോന്നുകയായിരുന്നു. കാരണം ഇത്തരം ഭയാനകമായ ഈ ഒരു രൂപത്തെയാണല്ലോ എൻ്റെ മകൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. ഭഗവാന്റെ അത്രയും ഘോരമായ ആ രൂപം കണ്ട് ഭയപ്പെട്ട മേനാവതി ദേവിയെ ശാന്തമാക്കാനായിട്ടാണ് പാർവതി ദേവിയുടെ അതിഘോരമായിട്ടുള്ള ചന്ദ്രകാന്ഡ ദേവി എന്ന ഭാവം എടുത്തിരിക്കുന്നത്. ഈ ഭാവത്തില് ദേവിക്ക് സർവ്വ ആയുധങ്ങളും ഏന്തി നിൽക്കുന്ന 10 കൈകളോടുകൂടിയുള്ള അവതാരമാണ് ദേവിയുടെ ചന്ദ്രകാന്ഡ രൂപം. അതേപോലെ തന്നെ ഭഗവാൻ പരമശിവന് ഉള്ള പോലെ തന്നെ ഒരു ചന്ദ്രകല ദേവിക്കും ഉണ്ട്. ചന്ദ്രനെ ഏന്തി നിൽക്കുന്ന ദേവിയാണ് ചന്ദ്രകാന്ഡ രൂപത്തില് ഏവർക്കും കാണാനായിട്ട് സാധിക്കുക. നവരാത്രിയുടെ തൃതീയ നാളിൽ ദേവി ചന്ദ്രകാന്ഡയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ശക്തിയും ധൈര്യവും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഏതൊരു സ്ത്രീയുടെയും ഉള്ളിൽ ഒരു വലിയ യോദ്ധാവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ അറിയിപ്പാണ് ചന്ദ്രകാന്ഡ ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. ദേവി ചന്ദ്രകാന്ഡ യുദ്ധതൽപരയായി നിൽക്കുന്ന സുമംഗലി ഭാവത്തിലാണ് ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്നത്. പിണ്ഡജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈരുധ പ്രസാദം തനുതേ മാഹ്യാം ചന്ദ്രകണ്ഠേ ദേവി ശ്രുത. ഈ നവരാത്രി ദിനങ്ങളിൽ ഏവർക്കും ദേവി ചന്ദ്രകാന്ഡയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഏവർക്കും നല്ല നവരാത്രി ദിനവും ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.